ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ ഇന്ന് ഞാനുള്ളത് 100ഓളം വണ്ടികളുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിലേക്കാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ ആലുവയിലുള്ള ന്യൂമറിസ് കാർസ് കേരളയിലേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം വണ്ടികൾ നമുക്കിവിടെ പുതിയതായിട്ട് കയറിയിട്ടുണ്ട്. നിസ്സാരം 100 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് SUV വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു വണ്ടികളുണ്ട്, സെഡാൻ വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ഹാച്ച് ബാക്ക് വണ്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറിസ് കാർസ് കേരളയിലുള്ള വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മളുടെ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത് നമ്മളുടെ ന്യൂമറിസ് കാർസ് കേരളയുടെ ഓണറായിട്ടുള്ള അനൂപേട്ടനാണ്. അനൂപേട്ട, കുറെ നാളായില്ലേ കണ്ടിട്ട്? സുഖാണോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കൊല്ലമായി തോന്നുന്നു നമ്മളിവിടെ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല വണ്ടികളാണ് ഇപ്പൊ എല്ലാം വന്നേക്കുന്നത്. ഓക്കെ, എല്ലാം വാറന്റി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഓക്കെ, കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടികളൊക്കെ ഉണ്ട്. ആണോ? ഓക്കെ, എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ നമുക്കുണ്ട്. അത് ഞാൻ എന്തായാലും ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ നമുക്ക് സെഡാൻ, SUV, ഹാച്ച് ബാക്ക് എല്ലാ വണ്ടികളും ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറ്റ നെക്സോൺ ആണ്. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപേട്ടൻ കുറേ ടാറ്റയുടെ വണ്ടികളൊക്കെ എടുക്കും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പൊ എല്ലാ വണ്ടികളും എടുക്കാൻ തുടങ്ങി. ഓക്കെ, കുറേ ടാറ്റയുടെ വണ്ടികൾ എടുത്ത് കൂട്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, എല്ലാ വണ്ടികളും എല്ലാ ബ്രാൻഡിന്റെ വണ്ടികളുണ്ട്. അത് മാരുതി ഉണ്ട്, ഹോണ്ട ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, അതുപോലെ തന്നെ ഇത് മറ്റേ നമ്മുടെ ഡാറ്റ്സൺ, അങ്ങനെ ഒരുപാട് ബ്രാൻഡിന്റെ വണ്ടികൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നെക്സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് 2024 രജിസ്ട്രേഷൻ ആണ്. 2024 നവംബർ 3 മാസമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട്. ഇത് ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ്. ഫിയർലെസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ആൻഡ് സൺറൂഫ് ഒക്കെ ഉള്ളതാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,68,000 ആണ്. പുതിയത് ഏകദേശം 19 ലക്ഷത്തോളം വിലയുള്ള വാഹനമാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ എത്രയാന്ന് പറഞ്ഞത്? ഇത് വെറും 167 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് ഒട്ടും ഓടാത്ത വാഹനം തന്നെയാണ്. നമ്മൾ നേരിട്ട് ഓടിച്ചുകൊണ്ടുവന്ന ദൂരം മാത്രമാണ്. 167 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഫ്രഷ് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നു. ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതും 2024 നവംബർ രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്. ഇത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സൺറൂഫ് പെട്രോൾ വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 13,75,000 രൂപയാണ്. അപ്പൊ ഇതൊക്കെ ഫുൾ ഓൺ കിട്ടുന്ന വാഹനങ്ങളാണ്. ഫുൾ ഓൺ കിട്ടുക ഗൈസ്, നെക്സോൺ നമുക്ക് ഫുൾ ഓണിൽ കിട്ടുകയാണ്. അപ്പൊ ആരെങ്കിലൊക്കെ തന്നെ പുതിയ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ന്യൂമറിസ് കാർസിലേക്ക് വന്നോട്ടോ. 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് അടക്കാതെ നിങ്ങൾക്ക് ഫുൾ ഓണിൽ വണ്ടി എടുക്കാം. അടുത്തത് ഇത് ഇലക്ട്രിക് വാഹനമാണ്. 2021 മോഡലാണ്. 51,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാറ്ററി വാറന്റി ഒക്കെ വരുന്നത് 2029 വരെ ബാറ്ററി വാറന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,4 ലക്ഷം രൂപയാണ്. ഇത് ഫുൾ ലോൺ കിട്ടുന്നതാണ്. ഇതെങ്ങനെ EV നമുക്ക് ഫുൾ ഓണിലൊക്കെ എടുക്കാൻ പറ്റും? അത് നമ്മൾ ടാറ്റ ക്യാപിറ്റലാണ് ഇതിന്റെ ലോൺ ചെയ്യുന്നത്. അവരാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ മൂവിംഗ് ഉണ്ട് EVക്ക്? കഴിഞ്ഞ മാസം ഒരെണ്ണം കൊടുത്തായിരുന്നു. ഇപ്പൊ 1-2 EV കൂടി വന്നിട്ടുണ്ട്. EVക്ക് അത്യാവശ്യം എൻക്വയറീസ്. അതെ അതെ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ്. ക്രെറ്റ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് SX ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് 9 ലക്ഷം രൂപയാണ്. ഇതും നമുക്ക് ലോണൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 ടൈറ്റാനിയം വാഹനമാണിത്. സിംഗിൾ ഓണർ വാഹനമാണിത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,25,000 രൂപയാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഓക്കെ ഓക്കെ, വീണ്ടും നമ്മൾ ഒരു ഫോർഡിന്റെ എക്കോസ്പോർട്ട് 3 ഉണ്ട്. ഇപ്പൊ കറന്റ് ഇവിടെ 3 ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് 2014 മോഡൽ തേർഡ് ഓണർ ആണ്. ടൈറ്റാനിയം പെട്രോൾ ആണ്. 1,40 ഓടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,75,000 രൂപയാണ്. 3,70,000 അല്ലേ? ഓക്കെ, ഇത് 2014 അല്ലേ? നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? 3,4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, വീണ്ടും നമ്മളൊരു എക്കോസ്പോർട്ടാണ് പരിചയപ്പെടുത്തുന്നത്. 2015 ഡീസലാണ്. തേർഡ് ഓണർ ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,70,000 തന്നെയാണ്. 15 മോഡൽ തേർഡ് ഓണർ ഡീസൽ 1,40 ഓടിയിട്ടുണ്ട്. ഓക്കെ, എക്കോസ്പോർട്ടിന് എങ്ങനെയാണ് ഇവിടെ എൻക്വയറി ഡിമാൻഡ് ഉണ്ടോ? അത്യാവശ്യം എൻക്വയറീസ് ഉണ്ട്. അതുകൊണ്ടാണ് എക്കോസ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഔഡിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ഷോന്റെ വായിൽ ഇക്കാന്നാണ് വരുന്നത്. സോറി ട്ടാ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുണ്ട് ആണ്. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. രജിസ്ട്രേഷനിലാണ് നിൽക്കണം. നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാനാണ്. ഓക്കെ ഓക്കെ. അടുത്തത് 2020 മോഡല്
ഹ്യുണ്ടായി വെന്യൂ ആണ്. 29,000 കിലോമീറ്റർ ഓടിക്കണം. സിംഗിൾ ഓണർ വാഹനമാണിത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,35,000 രൂപയാണ്. ഓക്കെ, നമ്മളെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അടുത്തത് സിട്രോൺ സിട്രോൺ ആണ്. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ. ഇത് 29,000 കിലോമീറ്റർ ആണ് ഓടിക്കണം. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,50,000 രൂപയാണ്. ഇതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇതിന് നമുക്ക് ലോണൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ 2012-13 രജിസ്ട്രേഷൻ വാഹനമാണിത്. എർട്ടിക പെട്രോൾ ആണ്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇത് 3,85,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 3,85,000 മോഡൽ 2013 രജിസ്ട്രേഷൻ പെട്രോൾ വാഹനമാണിത്. ഒരു 7 സീറ്റർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ് ഇർട്ടിക. അടുത്തത് 2022 ടിഗോർ ഇലക്ട്രിക് ആണത്. ഇത് സിംഗിൾ ഓണർ ആണ്. 42,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,75,000 രൂപയാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഇലക്ട്രിക് വണ്ടികളെല്ലാം നമുക്ക് ഫുൾ ഓണിൽ കയറും അല്ലേ? ഓക്കെ. അടുത്തത് നിങ്ങൾ അധികം കാണാത്ത ഒരു വണ്ടിയാണിത്. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഇത് കിസാഷിയാണ്. 2012 മോഡൽ. 1.28 ഓടിക്കണം. സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2400 cc എഞ്ചിനാണ്. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇത് നമ്മൾ HR രജിസ്ട്രേഷൻ നിൽക്കുന്നത് ഇത് എനിക്ക് ഈ വണ്ടി കാണുമ്പോൾ ശരിക്കും ഓർമ്മ തന്നെ നമ്മുടെ SX4 ഇല്ലേ, അതിന്റെ ആ ഒരു ഷേപ്പ്. മാരുതിയുടെ വണ്ടി തന്നെയാണ്, എന്നാലും ഒരു പക്ഷേ ബാക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, റെയർ വണ്ടി. നാനോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2016 മോഡൽ നാനോ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ ആണ്. 68,000 കിലോമീറ്റർ ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,88,000 രൂപയാണ്. കണ്ടീഷൻ ഒക്കെ എങ്ങനെ? അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഇത് നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത ഒരു ഹ്യുണ്ടായി ഐറ്റൺ 2011 മോഡൽ സ്പോർട്സ്. ഇത് വരുമ്പോൾ നമുക്ക് 79,000 കിലോമീറ്റർ ഓടിക്കണം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 1,75,000 രൂപയാണ്. ഓക്കെ. 1,75,000. ഈ സൈഡിൽ കംപ്ലീറ്റ് കിടക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടിയാഗോയാണ്. എങ്ങനെയാണ് ഇതിന്റെ? ടിയാഗോയുടെ തന്നെ പെർഫോമൻസ് എഡിഷൻ ആണ്. JTP എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് സാധാരണ ടിയാഗോയ്ക്ക് 85 PS പവർ വന്നത്. ഇത് വരുമ്പോൾ 110 PS പവർ വരും. പെർഫോമൻസ് എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,75,000 രൂപയാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാവുന്ന വാഹനമാണ്. 2019 മോഡലാണ്. 46,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിക്കുന്നത്. ഓക്കെ. അടുത്തത് സെന്നാണ്. ഈ സെന്ന് പുതിയ പേപ്പറാണിത്. നമുക്ക് 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പുതിയ ടെസ്റ്റ്, ടാക്സ്, ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നത് എടുത്തു കൊടുക്കാനുള്ളതാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വാഹനമാണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. ഓക്കെ. അടുത്തത് നമ്മളുടെ ആൾട്ടോ കേട്ടൺ ആണ്. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? കേട്ടൺ 2013 VHI സിംഗിൾ ഓണർ. 71,000 കിലോമീറ്റർ ആണ് ഓടിക്കണേ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 1,90,000 രൂപയാണ്. 90,000 രൂപ. നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് ഫിനാൻസ് ഒക്കെ കിട്ടുന്നതാണ്. അടുത്തത് നമ്മുടെ ഇയോൺ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2012 മോഡലാണ്. വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,90,000 രൂപയാണ്. ഓക്കെ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ, കാരണം ഒരുപാട് വണ്ടികളുണ്ട്, അതാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഡാറ്റ്സൺ റെഡിഗോയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡൽ സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,90,000 തന്നെയാണത്. ഇതും ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. അതുപോലെ തന്നെ വിത്ത് 1 ഇയർ വാറണ്ടി ഉണ്ടാവും. എഞ്ചിൻ ഗിയർ ബോക്സ് AC വാറണ്ടി കിട്ടുന്ന വാഹനം കൂടിയാണത്. ഓക്കെ. അടുത്തത് ഐട്ടൺ ആണ്, സോറി സാൻഡ്രോ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2019 മോഡൽ സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അപ്പൊ ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,25,000 രൂപയാണ്. ഇതും ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഓക്കെ. അടുത്തത് ടാറ്റ ആൾട്രോസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് 2020 മോഡൽ ആൾട്രോസ്. 21,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വാഹനമാണിത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,25,000 രൂപയാണ്. ഇത് നമുക്ക് ഫുൾ ലോൺ കാറ്റഗറിയിൽ തന്നെയാണ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ 1 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക് അല്ലേ? നമ്മൾ 16 മോഡലിലേക്ക് പറയുന്ന എല്ലാ വാഹനങ്ങൾക്കും 1 ഇയർ വാറണ്ടി ഉണ്ടാവും. എഞ്ചിൻ ഗിയർ ബോക്സ് AC വാറണ്ടി ഉണ്ടാവും. അത് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. 1 ഇയർ വാറണ്ടി. ഓക്കെ. അടുത്തത് ഡാർക്ക് എഡിഷൻ ആണ് ടാറ്റ ആൾട്രോസ്. എങ്ങനെയാണ്? 22 രജിസ്ട്രേഷൻ ആണ്. 43,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഐ ടർബോ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് വരുമ്പോൾ നമുക്കൊരു 7,25,000 വരും. 7,20,000. ഇതെങ്ങനെ നമുക്ക് ഫിനാൻസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന ഫുൾ ഫിനാൻസ് കിട്ടും. 25,000 ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി. ആണോ ഗൈസ്? 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾട്രോസ് എടുക്കാട്ടെ. നല്ല കിട്ടില്ല ആൾട്രോസ്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹ്യുണ്ടായുടെ i20 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. i20 ആസ്ത പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണത്. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ ഓടിക്കുന്നത് 74,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 4,90,000 രൂപയാണ്. 4,90,000. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്ന വാഹനമാണ്. ഓക്കെ.
അടുത്തത് ഹോണ്ട ബ്രിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞു വണ്ടി കേട്ടാ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 12 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, 92,000 കിലോമീറ്റർ ഓടിക്കണം. അപ്പോൾ ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,95,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇതും നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് അനുപേട്ടന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്, 74,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,15,000 രൂപയാണ്. ഇതും നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ നമുക്ക് മാരുതി സുസുക്കിയുടെ വണ്ടികൾക്ക് കുറച്ച് 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് കുറച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെഡാൻ വാഹനങ്ങൾ പരിചയപ്പെടുത്താം. ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് സെഡാൻ വാഹനങ്ങൾ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് നമ്മുടെ ഹോണ്ട സിറ്റി നമുക്ക് പരിചയപ്പെടുത്താം. 2016 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്, 70,000 കിലോമീറ്റർ ഓടിക്കണം. വി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,95,000 രൂപയാണ്. ഇതും നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനും ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള. ഇതൊക്കെ എത്ര നമുക്കൊരു 50 രൂപ അടച്ചാൽ മതിയല്ലേ? അടുത്തത് നമ്മുടെ എക്സെന്റ് ആണിത്. എങ്ങനെയാണ് ഇത്? 52,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, പെട്രോൾ വാഹനമാണിത്. 2014 മോഡലാണ്. ഇത് നമുക്കൊരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഇതൊരു 3,70,75,000 രൂപ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അടുത്ത നമ്മുടെ ഹോണ്ട സിറ്റി തന്നെയാണ്. എങ്ങനെയാണ്? ലോ ബഡ്ജറ്റ് വാഹനമാണ്. ഇത് 1,40,000 രൂപ, 2007 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്, 1,60 ഓടിക്കുന്നത്. ഇനി പേപ്പറും കാര്യങ്ങളൊക്കെ എത്ര വരെ? 27 നവംബർ വരെ. 27 നവംബർ വരെ പേപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് ഹോണ്ട സിറ്റി തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ, തേർഡ് ഓണർ, 1,65 ഓടിക്കുന്നത്, ഡീസലാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,75,000 രൂപയാണ്. ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. അടുത്തത് ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനമാണ്. ഇത് വന്നിട്ട് റീഫർബിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് 2004 മോഡലാണ്, 1,00,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇത് ഒന്നും ചെയ്തിട്ടില്ല. അടുത്തത് ഇത് പോയതാണോ? ഇത് 2017 മോഡൽ, സ്കോഡ റാപ്പിഡ്. ഇത് സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 5,50,000 രൂപയാണത്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്ന വാഹനമാണ്. ഇത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെയാണ്? ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2022 മോഡലാണ്. അതുപോലെ തന്നെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 7,25,000 രൂപയാണ്. ഇത് നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്നതാണ്. അടുത്തത് ടാറ്റ സെസ്. ഇത് 52,000 കിലോമീറ്റർ, പെട്രോൾ വാഹനമാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വെക്കണം. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,90,000 രൂപയാണ്. ഇതൊക്കെ ഫുൾ ലോണിൽ വരുന്ന വണ്ടികളാണ് അല്ലേ? ഇത് 2015 ഫിനാൻസ് നമുക്ക് കിട്ടുമല്ലോ. ഇത് സൊണാറ്റ എന്ന് പറഞ്ഞ വാഹനമാണ്, 2005 മോഡൽ, 27 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡീസൽ വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,90,000 രൂപയാണ്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വരുന്ന ഈ റയർ വണ്ടികളൊക്കെ? എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതൽ ഞാൻ കാണുന്നത്. ഏതെങ്കിലുമൊക്കെ റയർ പീസ് വണ്ടികൾ, അധികം നമ്മൾ കാണാത്ത വണ്ടികളൊക്കെ അനുപേട്ടന് ഏതെങ്കിലും 2 ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട കിസ്ക. അടുത്ത വാഹനം എന്ന് പറഞ്ഞത് കൊറോളയാണ്. കൊറോള CNG ഉള്ള വാഹനമാണ്. CNGന്റെ ഓട്ടോമാറ്റിക്കും കൂടിയാണിത്. 2006 മോഡൽ, 27 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,75,000 രൂപ. അടുത്ത വാഹനം ടിഗോർ ആണ്. 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ ടിഗോർ ആണത്. അപ്പൊ ഇത് 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളും CNGയും കൂടി ഉള്ളതാണ്. കമ്പനി ഇൻബിൽറ്റ് CNG വരുന്ന. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് മറ്റേ ഈ ടാക്സിക്കാർക്കൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കളർ അവർക്ക് മാച്ച് ചെയ്യാൻ അറിയില്ല. വണ്ടി അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക്, ലോങ് ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിപ്പോ നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,90 ആണ്. ഇത് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഓടിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കുറച്ച് ലെങ്ത് ആയി പോകും വീഡിയോ, അതുകൊണ്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. അപ്പോൾ ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ന്യൂമറിസ് കാർസ് കേരളയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് DM ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.